നൂബിയ റെഡ് മാജിക് 10 Pro സീരീസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. റെഡ് മാജിക് 10 Pro സീരീസിൽ രണ്ട് ഫോണുകൾ വരുന്നുണ്ട്. റെഡ് മാജിക് 10 Proയും അതുപോലെ തന്നെ റെഡ് മാജിക് 10 Pro Plusഉം. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ് മാജിക് 10 Pro അതുപോലെ തന്നെ 10 Pro Plus എന്നീ ഫോണുകളെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഫോണുകളിലും പല ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് വരുന്നത്. കാര്യമായിട്ട് ബാറ്ററിയുടെ കാര്യത്തിൽ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പം ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളിലും സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് വരുന്നത്. രണ്ട് ഫോണുകളിലും 6.85 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന അമോലെഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ അണ്ടർ ഡിസ്പ്ലേ സെൽഫി ക്യാമറ ആണ് വരുന്നത്. അതായത് ഡിസ്പ്ലേയുടെ ഉള്ളിലാണ് സെൽഫി ക്യാമറ വരുന്നത്. ഇപ്പോൾ സാധാരണ ഫോണുകളിൽ കാണുന്ന പോലെ പഞ്ചോൾ കട്ടൗട്ടും കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. ഫുൾ ആയിട്ടുള്ള ഒരു സ്ക്രീൻ എക്സ്പീരിയൻസ് നമുക്ക് ഇതിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ കൂടിയ 960 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് എന്നുള്ള ഫീച്ചറും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഗെയിമിംഗ് ഫോണാണ്, അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം 95.3% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഇതിൽ വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 2000 നിറ്റ്സ് ആണ്. പിന്നെ 2592 ഹെർട്സിന്റെ PWM ഡിമ്മിങ് എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. എടുത്തു പറയേണ്ട കാര്യം അണ്ടർ ഡിസ്പ്ലേ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പ്രോസസ്സറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Elite എക്സ്ട്രീം എഡിഷൻ എന്നുള്ള പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. സ്നാപ്ഡ്രാഗണിന്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇത് ലഭിക്കേണ്ടതാണ്. ഇപ്പോൾ ഗെയിമിംഗ് ഫോൺ ആയതുകൊണ്ട് തന്നെ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുമാത്രമല്ല ഇതിൽ ഈ ഒരു പ്രോസസ്സറിന് പുറമെ ഒരു റെഡ് കോർ R3 ഗെയിമിംഗ് ചിപ്പ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. മികച്ച പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇതിൽ റെഡ് മാജിക് 10 Proയിൽ ബേസ് വേരിയന്റ് 12GB റാമും 256GB ഇന്റേണലുമാണ് വരുന്നത്. 12GB റാമും 512GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. റെഡ് മാജിക് 10 Pro Plusൽ 16GB റാമും 512GB ഇന്റേണലുമാണ് ബേസ് വേരിയന്റിൽ വരുന്നത്. 24GB റാമും 1TB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. പിന്നെ LPDDR5Xന്റെ റാമും പിന്നെ UFS 4.1 Pro സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇതൊരു ഗെയിമിംഗ് ഫോൺ ആയതുകൊണ്ട് തന്നെ ഷോൾഡർ കീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 520 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന 2 ഷോൾഡർ കീസ് വരുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഗെയിമിങ്ങിൽ യൂസ്ഫുൾ ആയിരിക്കും. സെപ്പറേറ്റ് 2 കീകൾ നമുക്ക് ഗെയിമിങ്ങിൽ ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഗെയിം കളിക്കുന്ന സമയത്ത് ഫോൺ പെട്ടെന്ന് നീറ്റായിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് കൂളിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഐസ് എക്സ് കൂളിംഗ് സിസ്റ്റം ഇതിൽ വരുന്നുണ്ട്. ഇതിൽ VC കൂളിംഗ് സിസ്റ്റം വരുന്നുണ്ട്. ഇതിന്റെ ഏരിയ 12,000 mm² വരെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ലിക്വിഡ് മെറ്റൽ കൂളിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സെൻട്രിഫ്യൂഗൽ ഫാനും വരുന്നുണ്ട്. ഇത് 23,000 RPM കറങ്ങുന്നതായിരിക്കും. അപ്പം ഫോൺ അത്ര പെട്ടെന്ന് ഹീറ്റ് ആവാൻ ചാൻസ് ഇല്ല, ഹെവി ഗെയിമിംഗ് ആണ് എന്നുണ്ടെങ്കിലും. പിന്നെ നല്ല വൈബ്രേഷൻ എഫക്റ്റിന് വേണ്ടിയിട്ട് ഈ ഫോണുകളിൽ ഡ്യുവൽ X-ആക്സിസ് ലീനിയർ മോട്ടർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതും ഗെയിമിങ്ങിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. പിന്നെ NFC-യുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ ഫോണുകളിൽ വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. DTS അൾട്രയുടെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3.5mm ഓഡിയോ ജാക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. Android 15 ബേസ് ആയിട്ടുള്ള റെഡ് മാജിക് AI സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് എടുത്തിട്ടുണ്ട്. 50 മെഗാപിക്സലിന്റെ 1.88 അപ്പേഴ്സിൽ വരുന്ന OmniVision OV50E40യുടെ മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ 50 മെഗാപിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നുണ്ട്. ഇത് OmniVision OV50Dയുടെ സെൻസറാണ്. ഇതിന്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 120 ഡിഗ്രിയാണ്. പിന്നെ രണ്ടാമത് 2 മെഗാപിക്സൽ മാക്രോ ലെൻസും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 16 മെഗാപിക്സൽ സെൽഫി ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. ഓൺ പേപ്പർ തിരക്കില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പക്ഷേ ഇത് ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് അല്ല, ഗെയിമിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഡിവൈസ് ആണ്. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ റെഡ് മാജിക് 10 Proയിൽ 6500 mAhന്റെ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ 10 Pro Plusലോട്ട് വരുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 7050 mAhന്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഫോണുകളിലും നല്ല ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. അതുപോലെ 10 Pro Plusലാണെങ്കിൽ 7000-ന് മുകളിൽ വരുന്ന ഒരു ബാറ്ററി കപ്പാസിറ്റിയും വരുന്നുണ്ട്. പിന്നെ 10 Proയിൽ 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് വരുന്നത്. 10 Pro Plusൽ ബെറ്റർ ആയിട്ടുള്ള 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. രണ്ട് ഫോണുകളിലും Type-C ചാർജിംഗ് പോർട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം മികച്ച ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ രണ്ട് ഫോണുകളിലും വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ സ്മാർട്ട് ഫോണുകൾ ഇപ്പം ചൈനീസ് മാർക്കറ്റിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റിൽ റെഡ് മാജിക് 10 Pro ലോഞ്ച് ചെയ്തിരിക്കുന്നത് 4,999 യുവാൻ എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 58,000 രൂപ പ്രൈസ് റേഞ്ചിൽ. 10 Pro Plus ലോഞ്ച് ചെയ്തിരിക്കുന്നത്
$5,999 എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 72,000 രൂപ പ്രൈസ് റേഞ്ചിൽ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ വളരെ മികച്ച ഫീച്ചേഴ്സ് ആണ് എന്ന് തന്നെ പറയാവുന്നതാണ്. മികച്ച പ്രോസസ്സറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മികച്ച ഡിസ്പ്ലേയും വരുന്നുണ്ട്. അണ്ടർ ഡിസ്പ്ലേ സെൽഫി ക്യാമറ അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ ഗെയിമിംഗ് ഫീച്ചേഴ്സും വരുന്നുണ്ട്. മികച്ചൊരു ബാറ്ററി സെറ്റപ്പും വരുന്നുണ്ട്. ക്യാമറ സെറ്റപ്പ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇതൊരു ഗെയിമിംഗ് ഫോണാണ്, ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഡിവൈസ് അല്ല. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോണിൽ ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ ചിലപ്പോൾ ലോഞ്ച് ചെയ്തേക്കാം. ഇപ്പം റെഡ് മാജിക് സീരീസിൽ വരുന്ന ഫോണുകളൊക്കെ മുമ്പ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഫോണുകളും ചിലപ്പോൾ ലോഞ്ച് ചെയ്തേക്കാം. പക്ഷേ അതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വില കുറച്ചും കൂടി കൂടാൻ ചാൻസ് ഉണ്ട്. റെഡ് മാജിക് 10 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ വില ഒരു 65,000-70,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് എത്തിയേക്കാം. 10 Pro Plusന്റെ വില ഒരു 80,000-90,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടും എത്തിയേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ന്യൂബിയുടെ റെഡ് മാജിക് 10 Pro സീരീസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഫോണുകളെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ സ്മാർട്ട് ഫോണുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.